ഹലോ നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ട് അടിപൊളിയായിട്ട് ഇരിക്കുകയെന്ന് വിചാരിക്കണം. അപ്പോൾ നമുക്കിന്നൊരു കുഞ്ഞു വിഷു മേക്കപ്പ് ലുക്ക് ചെയ്യാം കേട്ടോ. അതായത് നമ്മളിപ്പോൾ സ്കിൻ കെയർ സീരീസ് ആണ് ചെയ്യുന്നത്, പക്ഷേ എങ്കിലും നമുക്കിതിലൊരു ചെറിയൊരു മേക്കപ്പ് ലുക്ക്, നമ്മുടെ ഒരു ചെറിയൊരു ചേഞ്ചിന് വേണ്ടി നിങ്ങൾക്ക് ഈ വീഡിയോ ഭയങ്കര എൻ്റർടൈൻമെൻ്റ് ആയിരിക്കും. കാരണം മേക്കപ്പ് അധികം അറിയാത്തവർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കുറേ സജഷൻസ് പറയാനുണ്ടാവും, കുറേ തിരുത്തലുകളും പിന്നെ എന്തെങ്കിലും നന്നായിട്ടുണ്ടെങ്കിൽ ഒക്കെ പറയാം. അപ്പോൾ നല്ലൊരു എൻ്റർടൈൻമെൻ്റ് ആയിരിക്കും നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ. അപ്പോൾ എന്തായാലും നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് ആദ്യം സ്കിൻ കെയറിൽ സ്റ്റാർട്ട് ചെയ്യാം. സ്കിൻ കെയർ ചെയ്തിട്ട് നമുക്ക് മേക്കപ്പ് ചെയ്ത് സെറ്റ് ആവാം ഫുള്ളായിട്ട്. അപ്പോൾ വീഡിയോ കാണണം കേട്ടോ. അപ്പോൾ നമ്മളിന്ന് സ്കിൻ കെയർ ചെയ്യാൻ പോകുന്നത് ന്യൂട്രിഡേമിന്റെ ന്യൂ ലോഞ്ച്ഡ് പ്രൊഡക്ട്സിന്റെ കൂടെയാട്ടോ. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് നമുക്ക് ഫേസ് ഒന്ന് ക്ലെൻസ് ചെയ്യാം. അതിനുവേണ്ടി ഞാൻ എടുത്തിരിക്കുന്നത് ന്യൂട്രിഡം ഫോമിംഗ് ക്ലെൻസർ ആണ്. ഇത് ന്യൂട്രിഡമിന്റെ ന്യൂ ലോഞ്ച് പ്രൊഡക്റ്റ് ആണ്. ഇതിന്റെ മെയിൻ ഇൻഗ്രീഡിയൻസ് നയാസിനമൈഡ്, പാന്തനോൾ അതായത് പ്രോ വിറ്റമിൻ ബി12, അസ്കോർബിക് ആസിഡ് അതായത് വിറ്റമിൻ സി, ഇതെല്ലാം കേട്ടോ. ഇത് നമ്മുടെ ഫേസിനെ നല്ല രീതിക്ക് തന്നെ ക്ലെൻസ് ചെയ്യുക മാത്രമല്ല, ഇത് നമ്മുടെ സ്കിന്നിനെ ഭയങ്കരമായിട്ട് ഹൈഡ്രേറ്റ് ചെയ്യും. ഒപ്പം തന്നെ നമുക്ക് ബ്രൈറ്റനിങ് ചെയ്യുകയും ചെയ്യും, നമ്മുടെ സ്കിന്നിനെ ഈവൻ ടോൺ ആക്കുകയും ചെയ്യും. ഇതൊരു ലൈറ്റ് വെയിറ്റ് ആൻഡ് ഫോമി ടെക്സ്ചർ ആണ്, ദാറ്റ് ക്ലെൻസ് വിത്തൗട്ട് സ്ട്രിപ്പിംഗ്. അതുപോലെ തന്നെ ഇത് നമ്മുടെ ഫേസിന്റെ സ്കിന്നിന്റെ ബാരിയറിനെ സൂത്തൻ ആൻഡ് സ്ട്രെങ്തൻ ചെയ്യും. കുറച്ച് എമൗണ്ട് നമ്മൾ കുറച്ചിങ്ങനെ കയ്യിലെടുക്കുക, നമ്മുടെ ഫേസ് നനച്ചു കൊടുത്തിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. നല്ല രീതിക്ക് തന്നെ എൻ്റെ ഒരു എന്താ പറയാ, എനിക്ക് ഏറ്റവും നന്നായിട്ട് തോന്നിയത് നല്ല രീതിക്ക് തന്നെ ഹൈഡ്രേറ്റ് ചെയ്യുന്നുണ്ട്. നമ്മൾ സാധാരണ ഫേസ് വാഷ് ചെയ്യുമ്പോൾ ഭയങ്കര ഡ്രൈങ് ആക്കല്ലേ, അങ്ങനെ ഡ്രൈ ആക്കില്ല. നമുക്കൊരു പ്ലംപ്ഡ് ഹൈഡ്രേറ്റഡ് സ്കിൻ ആട്ടോ നമുക്ക് കിട്ടുക. അപ്പൊ നമുക്ക് ഇതുപോലുള്ള മേക്കപ്പ് ലുക്ക്, അതുപോലെ തന്നെ നമ്മുടെ ഡെയിലി സ്കിൻ കെയർ ഒക്കെ നമ്മുടെ സ്കിന്നിനെ ഭയങ്കര കാമാക്കി വെക്കാൻ ഹെൽപ്പ് ചെയ്യും. നമ്മൾ മോയ്സ്ചറൈസ് ചെയ്യാൻ പോവാണ്. ഇതിന്റെ ഓൾ ടൈം ഫേവറേറ്റ് ആണ്. ഇത് വന്നിട്ട് ന്യൂട്രിഡം മോയ്സ്ചറൈസിംഗ് ലോഷൻ ആണ്. വിറ്റമിൻ ഇ റിച്ച് ആയിട്ടുള്ളതാട്ടോ. ഇതിന്റെ മെയിൻ ഹൈലൈറ്റ് വിറ്റമിൻ ഇ തന്നെയാണ്. ഇത് നമ്മുടെ സ്കിന്നിനെ ഹൈഡ്രേറ്റ് ചെയ്യും, റിപ്പയർ ചെയ്യും. ഒപ്പം തന്നെ നമ്മുടെ ഫേസിന്റെ ഏജ് സയൻസിനെ റെഡ്യൂസ് ചെയ്യും. റെഡ്നെസ്, ഫൈൻ ലെങ്ത് ഇതിനൊക്കെ റെഡ്യൂസ് ചെയ്യും കേട്ടോ. അതുപോലെ ഡെർമറ്റോളജിസ്റ്റ് ഒക്കെ റെക്കമെൻഡ് ചെയ്യുന്ന സ്കിൻ pH ഇത് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ഒപ്പം തന്നെ മേക്കിംഗ് ഇറ്റ് പെർഫെക്റ്റ് ഫോർ സെൻസിറ്റീവ് സ്കിൻ. പവർഫുൾ ഹൈഡ്രേഷനും ആന്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടീസ് ധാരാളം ഉള്ളതുകൊണ്ട് തന്നെ നമ്മുടെ റെഡ്നെസ് മിനിമൈസ് ചെയ്യും. ഒപ്പം തന്നെ ആക്നെയും. ഇത് നമ്മുടെ ഫേസിലെ മോയ്സ്ചറൈസർ ഓൾ ഡേ നമുക്ക് നിൽക്കും. ഒപ്പം തന്നെ നമ്മുടെ ഫേസിനെ നന്നായിട്ട് ബാരിയറിന് റിപ്പയർ ചെയ്യും. പ്രൊഡക്ട്സിന്റെ ഡീറ്റെയിൽസ് ന്യൂട്രിഡേമിന്റെ ഇന്ത്യ വെബ്സൈറ്റിലും ഒപ്പം തന്നെ ഐബീരിയ സ്കിൻ ബ്രാൻഡ്സിലും അവൈലബിൾ ആണ്. ഞാൻ പ്രൊഡക്ട്സിന്റെ ഡീറ്റെയിൽസ് ഞാൻ ലിങ്ക് ചെയ്ത് വെക്കാം ഡിസ്ക്രിപ്ഷനിൽ, ഫസ്റ്റ് കമന്റിൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കൂ കേട്ടോ. അപ്പൊ നമ്മുടെ സ്കിൻ കെയർ കഴിഞ്ഞ് നമുക്ക് മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യാം. അതിന് മുമ്പ് ഞാൻ എൻ്റെ കോസ്റ്റ്യൂം ഒന്ന് ചേഞ്ച് ചെയ്തിട്ട് വരാം. അപ്പൊ ഞാൻ എൻ്റെ കോസ്റ്റ്യൂമിന്റെ കുറച്ച് ഭാഗം ഇട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇനി ബാക്കി ഫുള്ളായിട്ട് ഇടാം. അപ്പൊ സൺസ്ക്രീൻ ഇടാൻ പോവാട്ടോ. സൺസ്ക്രീൻ അത് മസ്റ്റാണ് നമുക്ക് ഇപ്പം ഈ സമയത്ത്. നമ്മുടെ സീരീസ് സ്കിൻ കെയറിൻ്റെ ആണെങ്കിലും മേക്കപ്പിൻ്റെ ഒക്കെ ഷോർട്സ് ആണെങ്കിലും എനിക്ക് ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. എനിക്ക് പറ്റുന്ന രീതിയിൽ, എന്നെ കൊണ്ട് കഴിയുന്ന രീതിയിൽ ഞാൻ ചെയ്യുന്നുണ്ട് കേട്ടോ. ഇനി ഞാൻ ചെയ്യാൻ പോകുന്ന ഒരു ടിൻറ്റഡ് ക്രീമാണ്, അതിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ജസ്റ്റ് ഒന്ന് കുറച്ച് നമുക്ക് കയ്യിലെടുത്തിട്ട് ഒന്ന് ഡോട്ടായിട്ട് ഇട്ട് കൊടുത്തിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം. ബ്ലെൻഡ് 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 ബ്ലെൻഡ്. ധാവണി ഞാൻ അധികം കൊടുക്കലൊന്നും ഇല്ല കേട്ടോ. അതുകൊണ്ട് തന്നെ എത്ര നന്നാവുന്നൊന്നും അറിയില്ല. അങ്ങനെയുള്ള ഓരോ പരിപാടിക്കോ പിന്നെ ഞങ്ങൾക്കധികം കല്യാണങ്ങളൊന്നും വരാറില്ല, എന്തെങ്കിലുമൊക്കെ ഒന്ന് ഒരുങ്ങി അടിച്ച് പൊളിക്കാനായിട്ടൊന്നും. അപ്പം അതുകൊണ്ട് തന്നെ അങ്ങനെ കൊടുക്കലൊന്നും ഇല്ല. പിന്നെ വീട്ടിൽ നിൽക്കുമ്പോൾ നമുക്ക് ധാവണിയുടെ ആവശ്യമില്ലല്ലോ. അപ്പം അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള പരിപാടിക്കാണ് കൊടുക്കുക. അതുകൊണ്ട് തന്നെ വലിയ പിടിപാടൊന്നും ഇല്ല. നോക്കാം അല്ലേ, നിനക്കെല്ലാം പഠിക്കുക. നമുക്ക് അത്യാവശ്യം നെക്ക് കുറച്ചിങ്ങനെ വൈഡായിട്ടുള്ളത് കൊണ്ട് നെക്ക് നന്നായിട്ട് നമ്മൾ നെക്കിലൊക്കെ ഈവനായിട്ട് ഇട്ട് കൊടുത്തില്ലെങ്കിൽ രണ്ട് കളറാവട്ടെ ശരിക്കും. അത് നമ്മൾ ചില ആളുകളെ കണ്ടിട്ടില്ലേ, ഇപ്പൊക്കെ എല്ലാവരും അതിനോട് അത് മനസ്സിലാക്കി. പണ്ടൊക്കെയാണ് കൂടുതൽ നമുക്ക് പെട്ടെന്ന് കാണാൻ പറ്റും. ഫേസിലും ഭയങ്കര മേക്കപ്പായിട്ട് നെക്ക് മാത്രം ഇങ്ങനെ മാറ്റി നിൽക്കണത്. ഇപ്പം എല്ലാവരും ഭയങ്കര അതിനെക്കുറിച്ച് ഭയങ്കര ബോധവാന്മാരികളും ആയിക്കഴിഞ്ഞു. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു സെറ്റാണ് ഒരേപോലെ ഇരിക്കുന്നുണ്ട് കുറേയൊക്കെ സെറ്റ്. ഇനി നമുക്ക് കണ്ണുമ്മ കുറച്ച് കലാപരിപാടികൾ ചെയ്യാം. ഒരു ഇവിടെ എന്താണ് നമുക്ക് അടിക്കും, ഒരു എന്താ പറയുക, ഒരു മസ്കാര, ഒരു ഐ ഷാഡോ, ഒരു മസ്കാര, ഒരു ഐലൈനർ, ഒരു എന്താ പറയുക കണ്ണിന് താഴ്ന്ന് പെൻസിൽ, കാജൽ ചെയ്യാം. ഇത്രയാണ് ഉള്ളത്. അപ്പോൾ നമുക്ക് എന്തായാലും ചടപടയൊന്നും ചെയ്യാം.
എപ്പോഴേ ഇപ്പോൾ തുടങ്ങിയിട്ട് മസ്കാര തന്നെയാണ് ഐബ്രോ ആയിട്ട് ചെയ്യാൻ ഉപയോഗിക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് വെച്ചിട്ട് ഞാൻ ചെയ്യണം കേട്ടോ. ഞാൻ അധികം ഒന്നും അങ്ങനെ ഇപ്പോൾ വേറെ പ്രൊഡക്റ്റ് എടുക്കണില്ല. ജസ്റ്റ് ഇത് വെച്ചിട്ട് തന്നെ ഐബ്രോ സെറ്റ് ചെയ്യാം കേട്ടോ. ലിപ് ലൈൻ വരച്ചിട്ട് ലിപ്സ്റ്റിക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ മേക്കപ്പ് കംപ്ലീറ്റ് ആവും കേട്ടോ. പിന്നെ ഹെയർ ഒന്ന് സെറ്റ് ചെയ്യുക, കംപ്ലീറ്റ് ഔട്ട്ഫിറ്റ് ഇടാം, അത്രേ ഉള്ളൂ. പിന്നെ ഓർണമെന്റ്സ്. അപ്പോൾ നമ്മുടെ മേക്കപ്പ് ഇതാ ഫിനിഷായി. ഇനി നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളും മുടി ഒന്ന് സെറ്റ് ചെയ്യാം കേട്ടോ. ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. അപ്പോൾ ഞാൻ നമ്മുടെ ഔട്ട്ഫിറ്റ് ഫുള്ളായിട്ട് ഇട്ടുവിടാം. നേരത്തെ ഞാൻ ബ്ലൗസും ഇടുന്നൊരു പാൻറ് ഇട്ടിട്ടാണ് ഇരുന്നിരുന്നത്. ഇപ്പോൾ ഞാൻ പാവാടയും കൂടി ഇട്ടെടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഔട്ട്ഫിറ്റ്. പകുതിയായിട്ടുള്ള ഇനി ഒരു ധാവണിയുടെ ഒരു ഷോൾ കൂടി വരും. അപ്പോൾ സെറ്റാക്കിയിട്ടുണ്ട്. ഇത് ഞാൻ സ്റ്റിച്ച് ചെയ്യിപ്പിച്ചതാണ് കേട്ടോ. അതായത് ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യിപ്പിച്ചത്. ഇത് നമുക്ക് ഓൾറെഡി സ്റ്റിച്ചഡ് ആയിരുന്നു വന്നപ്പോൾ തന്നെ. ഇതെങ്ങനെയാണ് കേട്ടോ. പിന്നെ ഞാൻ ഹെയർ ജസ്റ്റ് ഒന്ന് എന്താ പറയുക, നമ്മളൊരു സിമ്പിൾ ലുക്കല്ലേ വിചാരിച്ചിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഹെയർ ജസ്റ്റ് ഇതാ 2 പിൻ കുത്തിയിട്ട് ഇങ്ങനെ ഒന്ന് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ ഒരു കളർ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. അതിൻ്റെ ഷോളിന് ഈ ഒരു കളർ അപ്പോൾ നല്ലൊരു അട്രാക്ഷൻ തോന്നിയിട്ടുണ്ടായിരുന്നു. ഞാൻ ഇട്ടിട്ട് കാണിച്ചു തരാം കേട്ടോ. ഇനി നമ്മൾ ചെയ്യാൻ പോണത് നെക്സ്റ്റ് നമ്മുടെ ഓർണമെൻറ്റ്സ് ഒന്ന് സെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതാണ് തീരെ എനിക്ക് മാച്ച് ആയിട്ടില്ല ഞാൻ സെലക്ട് ചെയ്തത്. പക്ഷേ എന്താ ചെയ്യുക, നമ്മുടെ കയ്യിലിപ്പോൾ അതല്ലേ ഉള്ളൂ. അപ്പോൾ അത് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോൾ ഇനിയിപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഏതാണോ മാച്ച് എന്ന് തോന്നുന്നു, നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ സജഷൻ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യും കേട്ടോ. അപ്പോൾ ഇതാണ് ഈ ഒരു എന്താ പറയുക, നമ്മുടെ സിൽവർ എന്ന് പറയാൻ പറ്റുമെന്ന് എനിക്കറിയില്ല, ഓക്സിഡൈസഡ് ആ സംഭവമാണോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഇതാണ് ഞാൻ വിചാരിച്ചിട്ടുള്ള ഓർണമെൻറ്റ്സ്. ഞാനപ്പോൾ കാണിച്ചു തരാം. ഇതാണ് എന്താ പറയുക, ആ ഒരു ചെയിൻ വരുന്നത് നമുക്ക് കിലുക്കൊക്കെ ഉണ്ട്. പിന്നെ അതിൻ്റെ തന്നെ ഒരു ജോഡി കമ്മലും കുഞ്ഞു ജിമിക്കുക. അപ്പം ഞാനൊരു വല്ലാണ്ട് ഓവറാവാണ്ടേ ഒരു ചെറിയൊരു ലുക്കൊന്ന് വിചാരിച്ചിട്ടുള്ളൂ. ഇതാട്ടോ. അപ്പം നമ്മുടെ പൂവും കൂടി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് ഒറിജിനലല്ല, നമ്മുടെ ജസ്റ്റ് ഒരു പ്ലാസ്റ്റിക് പൂ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. വൈറ്റ് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ എന്താ പറയുക ഷോള് വരുന്നത്. അപ്പോൾ നമുക്കിത് ധാവണി മാതിരി ചുറ്റാം. എന്നിട്ട് ഞാൻ ഇനി ഫൈനൽ ലുക്കായിട്ട് വരാം കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. ഇത് ഞാൻ നമ്മുടെ എന്താ പറയുക ഷോള് കൂടി ധാവണിയുടെ ആ ഒരു സാരി കൂടി ചുറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. സിമ്പിളായിട്ടുള്ളൊരു ലുക്കാണ് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. അതുപോലെ വന്നിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല. പക്ഷേ എനിക്ക് ഇഷ്ടപ്പെട്ടു. കാരണം ഒരു നാടൻ ടച്ചൊക്കെ തോന്നുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഔട്ട്ഫിറ്റും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. നല്ല രസമുണ്ട്. ഞാൻ ഫുള്ളായിട്ടൊന്ന് കാണിച്ചു തരാം ഫുൾ ഔട്ട്ഫിറ്റ്. അപ്പോൾ ഇങ്ങനെയാണ് കേട്ടോ വരുന്നത്. നല്ല കോമ്പിനേഷൻ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഞാൻ വിചാരിച്ചേക്കാണ് നന്നായി ഉടുത്തപ്പോഴും. ഓക്കെ, അപ്പോൾ ഇഷ്ടപ്പെട്ടോ നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ എനിക്ക് വേണം. എന്നാലാണ് എന്തെങ്കിലുമൊക്കെ ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യാൻ പറ്റുള്ളൂ, തെറ്റുകളുണ്ടെങ്കിൽ. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ഇഷ്ടമായെങ്കിൽ എന്തായാലും കമൻറ്റ് ചെയ്യണം കേട്ടോ. ബൈ, ടേക്ക് കെയർ, ലവ് യു ഓൾ.